Hi friends, welcome to shameeskitchen. എല്ലാവർക്കും സുഖാണല്ലോ. ദോശയുടെ കൂടെയും അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഉടച്ചൊഴിച്ച മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ shameeskitchen ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ ശരി നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 2 പീസ് അളവിൽ ഏലക്കയും ഒരു 3 ഗ്രാമ്പും ഒരു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി കിട്ടട്ടെ. മസാലയൊക്കെ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസിൽ ഒരു 2 സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചോപ്പർ ഉണ്ടല്ലോ, ഞാനപ്പോൾ ആ ചോപ്പർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ചെറിയ ചോപ്പറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. അത്രയും മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15 സെക്കൻഡ് മാത്രമേ ആവുള്ളൂ കേട്ടോ. അതിൻ്റെ പേരിലാണ് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നന്നായിട്ട് നമ്മുടെ ഈ സവാള എല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങി വരികയാണ്. നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരേ ഒരു പച്ചമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നതിൻ്റെ പേരിൽ അധികം പച്ചമുളകിൻ്റെ ആവശ്യമില്ല. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി, അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുള്ളത്. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നതുവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മളെപ്പോഴും മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ചേർത്തിട്ട് ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുകയില്ല. നമ്മൾ എത്രത്തോളം തിളപ്പിച്ചെടുത്താലും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ പിന്നീട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാൻ പാടുള്ളൂ. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലതുപോലെ മസാലയുടെ ഫ്ലേവറൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങും. അപ്പോൾ ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 തക്കാളി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നാടൻ തക്കാളി എടുക്കരുത് കേട്ടോ. നാടൻ തക്കാളിയിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 എടുത്തിട്ടുള്ളത്. തീരെ പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി മതിയാവും. ഈ തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയം ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് കുറുകിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച മണം എല്ലാം മാറി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഇതുവരെയും ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നമ്മുടെ ഗ്രേവിക്ക് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. പക്ഷേ ഇനിയും നമ്മുടെ ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിക്കിട്ടേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നേരിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്കും ഇങ്ങനെ മുട്ടയുടെ ആ മഞ്ഞക്കര ഒന്നും പൊട്ടാതെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ പൊട്ടിച്ചൊഴിക്കാവുന്നതുമാണ്. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് ഇപ്പോൾ ഇത്രയും ഗ്രേവിക്ക് എടുത്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ 4 മുട്ടയെങ്കിലും നമുക്ക് ഇത്രയും ഗ്രേവിക്കും വേണം. കൂടുതലായിട്ട് ഒരു മുട്ടയും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ ഈ മുട്ടയുടെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് വിതറി കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചതേ ഉള്ളൂ. ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ആ മുട്ടയുടെ വെള്ളം എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവും. അതിൻ്റെ പേരിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു 6-7 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്രയും സമയം കൊണ്ട് മുട്ടയിൽ നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ലൈറ്റായിട്ടൊന്ന് വറ്റിയിട്ട് നമ്മുടെ മുട്ടയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. ലൈറ്റായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയം ഇതിന് മുകളിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നാളെ 2 മണിക്ക് നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.